ആഹാ, എന്തൊരു തല്ലിപ്പൊളി കാലാവസ്ഥ എന്നാലോചിച്ച് നമ്മളൊരു ഉച്ച വരെ വെറുതെ ഇരുന്നു. നമ്മൾ ഇറ്റലിയിൽ വന്നിട്ട് ആദ്യത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ വെനീസിലാണുള്ളത്. ഉച്ചവരെ പൊരിഞ്ഞ മഴയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2-2:30 നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ നമ്മൾ ഫെറിയിൽ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് വെനീസിലുള്ള ഒരു ബുരാനോ ഐലൻഡ് എന്ന് പറയുന്ന ഈ ഐലൻഡിലാണ്. ഈ ഐലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഭയങ്കര കളർഫുള്ളാണ്. ചെറുപറാന്ന് കളറടിച്ച് വെച്ചേക്കുന്ന ബിൽഡിങ്സാണ് ഇവിടെ ഉള്ളത്, വീടുകളെല്ലാം. അപ്പോൾ നമ്മൾ ബുരാനോ ഐലൻഡൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന ഫെറിയിൽ. അപ്പോൾ നമ്മൾ വേറൊരു വഴി കൂടെ, ആളുകളധികം പോവാത്ത വഴി കൂടെ പോകുന്നത് കൊണ്ട് ഇവിടെ അധികം ആളുകളെയൊന്നും കാണാത്തത്. അപ്പോൾ ഇതാണ് ബുരാനോ ഐലൻഡ്. നമ്മൾ ഇവിടെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം തിരിച്ച് ഫെറിയിൽ കയറി വെനീസിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു സ്പോട്ടുകളിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് വെനീസ് എന്ന് പറയുന്ന പ്രോപ്പർ വെനീസ്. ഇവിടെ നമ്മൾ എങ്ങോട്ട് നടന്നാലും ഒരറ്റം എത്തുന്നത് ഒരു കനാലിൻ്റെ സൈഡിലായിരിക്കും, കാരണം ഇത് ഫുൾ കനാലാണ്. അപ്പോൾ നമ്മൾ വെനീസിൻ്റെ ഇടവഴികളിൽ കൂടെയൊക്കെ നടന്ന് വെനീസ് ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടു, കനാൽസൊക്കെ കണ്ടു. ഈ ചെറിയ ഇടവഴികളുടെ സൈഡിലുള്ള ഡോറുകളൊക്കെ ഓരോ വീടുകളാണ്. ഇവിടെയൊക്കെ ശരിക്കും ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യലായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് വെനീസിൻ്റെ. ഇവിടെ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഒത്തിരി പേര്. അപ്പോൾ നമ്മളിങ്ങനത്തെ ചെറിയ വഴികളിൽ കൂടിയൊക്കെ ഇറങ്ങി നടന്ന് കണ്ടു. പിന്നെ ഈ കാണുന്ന സംഭവമാണ് വെനീസിൻ്റെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായ ഗൊണ്ടോള എന്ന് പറയുന്നത്. ഒരു ചെറിയ കൊച്ചു വള്ളമൊക്കെ പോകുന്ന പോലെയാണ് ഗൊണ്ടോള. ആക്ച്വലി എനിക്ക് വെനീസിൽ വരണേക്കാൾ ഒത്തിരി മുമ്പ് ഗൊണ്ടോള സഞ്ചാരത്തിൽ കണ്ട് എനിക്ക് നല്ല പരിചയമുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഇത് നമ്മൾ വെനീസിലുള്ള ഒരു ചെറിയ ബുക്ക് സ്റ്റോറിൽ വന്നേക്കുന്നതാണ്. ചെറുതാണെങ്കിലും ഈ ബുക്ക് സ്റ്റോർ അത്യാവശ്യം പോപ്പുലറാണ്. ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ഫ്രീ എൻട്രൻസ് ആണ്, അത്യാവശ്യം നല്ല ആളുണ്ട് ബുക്ക് സ്റ്റോറിൽ. ഇവർ പറയുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബുക്ക് സ്റ്റോർ ഇൻ ദ വേൾഡ് എന്നാണ്. അങ്ങനെ ഭയങ്കര പ്രത്യേകതയൊന്നും നമുക്ക് തോന്നിയില്ല, ഒരു സാധാ ബുക്ക് സ്റ്റോറൊക്കെ തന്നെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിറ്റിൻ്റെ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒത്തിരി പഴയ ബുക്സ് ഇവർ ഇങ്ങനെ മണ്ണുകൊണ്ടും ക്ലേ കൊണ്ടും സിമെൻറ്റ് കൊണ്ടൊക്കെ ഒട്ടിച്ച് ചുമരിനോട് ചേർത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഒരു ഡിക്ഷണറികളുടെയൊക്കെ വലിപ്പമുള്ള വലിയ ബുക്സ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇതാണ് ഈ ഒരു ബുക്ക് സ്റ്റോറിൻ്റെ പ്രത്യേകത. അക്വാ ആൾട്ട എന്നാണ് ഈ ബുക്ക് സ്റ്റോറിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു. ഇത് കാണാനായിട്ടാണ് ഇവിടെ നിറയെ ടൂറിസ്റ്റൊക്കെ വരുന്നത് തന്നെ. ഇപ്പോൾ വൈകുന്നേരമായി. നമ്മളിപ്പോൾ നടക്കുന്നത് ഇവിടെയുള്ള ഡോജസ് പാലസ് എന്ന് പറയുന്ന പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വഴിയിലൊക്കെ നിറയെ കഫേസ് ഉണ്ട്, ആളുകളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. ഇത് ഡോജസ് പാലസിനോട് ചേർന്നിട്ടുള്ള ഇവിടുത്തെ പ്രിസനാണ്, ഇവിടുത്തെ ജയിലാണ്. ഇപ്പോൾ അത് പ്രിസനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമല്ല, പക്ഷെ മുമ്പ് ഇത് ഇവിടുത്തെ പ്രിസനായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഇതൊക്കെ കണ്ടു. ഇനി നമ്മൾ നടക്കുന്നത് ഡോജസ് പാലസ് ആൻഡ് സെയിൻറ്റ് മാർക്സ് ബസിലിക്ക, ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഈ കാണുന്നത് സെയിൻറ്റ് മാർക്സ് ബസിലിക്കയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത് ഫുൾ പാലസിൻ്റെ ഏരിയ ആണ്. ഡോജസ് പാലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോജസ് പാലസിനോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങിൽ ഈ കാണുന്നൊരു കഫേ, ഫ്ലോറിയൻ എന്ന പേരുള്ള ഈ ഒരു കഫേ കുറച്ച് പ്രത്യേകതയുള്ളൊരു കഫേയാണ്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു പഴഞ്ചൻ കഫേ ആയിട്ട് തോന്നുമെങ്കിലും സംഭവം പഴഞ്ചനാണ്. ഇതൊരു 300 വർഷത്തിന് മേലെയൊക്കെ പഴക്കമുള്ള കഫേയാണ്. ഇറ്റലിയിലെ ഏറ്റവും ആദ്യത്തെ കഫേയാണ്, സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള കഫേയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേർണിച്ചറും റൂഫും വാളും പെയിൻറ്റിങ്സും എല്ലാം പഴയ രീതിയിൽ അവരങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് കീപ്പ് ചെയ്തേക്കുവാണ്. ഇത് അവർ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല, കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല കഫേയുടെ. പക്ഷെ ബാക്കി സ്ഥലത്തൊക്കെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്, ആളുകളൊക്കെ കയറി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അത്ര അഫോർഡബിൾ അല്ല, കുറച്ചധികം എക്സ്പെൻസീവാണ് ഈ ഒരു കഫേ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ്. ആളുകളൊക്കെ ഈ ഒരു കഫേ കാണാൻ വേണ്ടി തന്നെ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഫ്ലോറിയൻ കഫേ എന്ന് പറയുന്നത്. നമ്മളെക്കൊണ്ട് തൽക്കാലം വേണ്ടി അകത്ത് കയറി കഴിക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇറ്റാലിയൻ സ്പെഷ്യലായിട്ടുള്ള പിസ്സ ഒക്കെയാണ് മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റം. അപ്പോൾ നമ്മൾ 2 ഡ്രിങ്ക് ഓർഡർ ചെയ്തു. അപ്പോൾ ഇറ്റലിയിലെ ഏറ്റവും പോപ്പുലർ ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പറോളാണ്. ഈ കാണുന്ന ഓറഞ്ച് സംഭവമാണ് അപ്പറോൾ പ്രൊസക്കോ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അപ്പറോൾ സ്പ്രിറ്റ്സ് എന്നാണ് ഇത് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും 2 അപ്പറോളൊക്കെ വാങ്ങി പിസ്സയൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ നമ്മുടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു കഫേയാണ്, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു കഫേയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഇവിടെ തന്നെയാണ് വന്നത്. അപ്പോൾ അടുത്ത് നിന്ന് ഇവിടെ ഒരു ചേട്ടൻ പിസ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിസ്സയൊക്കെ ലൈവാണ്.
ഇവിടെ പിzzയാണ് ഇവരുടെ ഒരു മെയിൻ ഭക്ഷണം. ഇറ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിzzയുടെ നാടാണ്. നമ്മൾ ഈ ചേട്ടനോട് പെർമിഷൻ ചോദിച്ച് പുള്ളി പിസ്സ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. നമ്മൾ വീട്ടിൽ ചോറൊക്കെ വയ്ക്കുന്ന പോലെയാണ്, ചോറും കറിയും വയ്ക്കുന്ന പോലെയാണ് ഇറ്റാലിയൻസ് പിസ്സ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും പിസ്സ ഉണ്ടാക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഡൊമിനോസ്, പിസ്സ ഹട്ട് തുടങ്ങിയ സംഭവങ്ങളൊന്നുമില്ല. കാരണം ആരും പുറത്തുനിന്ന് അതുപോലത്തെ പിസ്സ വാങ്ങി കഴിക്കില്ല. കാരണം അവരുടെ ഒത്തൻറ്റിക് പിസ്സ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്, അതിൻ്റെ ടേസ്റ്റൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ പിസ്സയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കണ്ടു. ഇറ്റലിയിൽ മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ പിസ്സ തന്നെയായിരിക്കും കഴിക്കാൻ പോകുന്നത്. കാരണം ചീപ്പായിട്ടും കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റം പിസ്സ ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഫുഡ് വിശേഷങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ സുവനീർ ഷോപ്സിലൊക്കെ കയറി കുറച്ച് സുവനീറൊക്കെ വാങ്ങി. പിന്നെയും നമ്മൾ വെനീസ് ചുറ്റിക്കറങ്ങി കണ്ടു. നമുക്ക് ഇന്നൊരു ദിവസമേ ഉള്ളൂ വെനീസിൽ. നമ്മൾ നാളെ ഫ്ലോറൻസിന് പോവുകയാണ്. അപ്പോൾ ഇതാണ് വെനീസിൻ്റെ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. റിയൽറ്റോ ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേരാണ് റിയൽറ്റോ ബ്രിഡ്ജ്. ഇവിടുന്ന് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. പ്രത്യേകിച്ച് ഈവനിങ്ങിൽ ഒരു സൺസെറ്റൊക്കെ ആവുന്ന സമയമായപ്പോഴേക്കും നല്ല രസമായിരുന്നു ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാനായിട്ട്. നമ്മൾ രാവിലെ ഈ വഴി ഒന്ന് വന്നായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞു പോലും പുറത്തുണ്ടായിരുന്നില്ല. അതുപോലെ പെരുമഴയായതുകൊണ്ട് നമുക്കിവിടെ ഒന്നും നിൽക്കാനോ ഫോട്ടോസൊന്നും എടുക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ നമ്മൾ ഈവനിങ് കുറേ നേരം ഇവിടെ നിന്നു, കാഴ്ചയൊക്കെ കണ്ട് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു വെനീസിലെ. ഉച്ചവരെ മഴ നമ്മൾ ചതിച്ചെങ്കിലും ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ നാളെ രാവിലെ ഫ്ലോറൻസിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ ഫ്ലോറൻസ് വിശേഷങ്ങൾ, ഇറ്റലി ട്രിപ്പൊക്കെ ബാക്കി വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ ഒക്കെ കാണുക. താങ്ക് യു.